ഹലോ ഗായ്സ്, വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണെന്നറിയാം യാത്ര പോകുന്നത്? എങ്ങോട്ടാ നമ്മളിന്ന് പോകുന്നത്? ഫെസ്റ്റിവൽ സിറ്റിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഫെസ്റ്റിവൽ സിറ്റിയിൽ ഞാൻ നിങ്ങൾക്ക് ഐക്യമൊത്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാട്ടോ. ഓക്കെ, അപ്പം ഫെസ്റ്റിവൽ സിറ്റീൻ്റെ പുറം ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം പുറം ഭാഗം കുറച്ച് അതിനകത്തുള്ള കുറച്ച് ഭാഗങ്ങളുമായിട്ട് ഞാൻ നിങ്ങൾക്കിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം ശരിക്കും ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ പുറത്ത് സൈഡിൽ കടലിൻ്റെ സൈഡാണ് കേട്ടോ. അവിടത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 4 മണി 5 മണിക്കുള്ളിൽ പോകണം. ഇരുടാകാൻ വേണ്ടി പാടില്ല. കാരണം ആസ്വദിക്കാൻ വേണ്ടി പറ്റണം, അതിന് വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ പോകുമ്പോൾ കുറച്ച് ഇരുടായിപ്പോയി. അപ്പം കുറച്ചൊരു കാണാനൊരു കണ്ടില്ല ഇതുപോലെ ഉണ്ടാവല്. ആ ഒരു സമയത്താണെങ്കിൽ നല്ല കാം ആൻഡ് ക്വയറ്റ്, ആ ഒരു ടൈമിൽ നല്ല നല്ല ഫ്രഷ് എയറും നല്ല രസമാണ് കേട്ടോ. രാത്രി നല്ല ഭംഗിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ സമയം എനിക്കിഷ്ടപ്പെട്ട ടൈമാണ് കേട്ടോ. ആ ഒരു 4 മണി 5 മണിക്കുള്ളിൽ ആ ഒരു ഇരുടാകുന്നതിന് മുമ്പിലേ ഉള്ള ആ ടൈം. ഓക്കെ, അതുകൂടാതെ ഞാനിവിടെ നിങ്ങൾക്ക് മിക്കവർക്കും അറിയില്ലായിരിക്കും, ഇവിടെ 2 ദിർഹത്തിന് നിങ്ങൾക്ക് ബോട്ട് സഫാരി നടത്താൻ വേണ്ടി പറ്റും കേട്ടോ. ഓൺലി 2 ദിർഹം ഓൺലി. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് അറിയുമോ അറിയില്ല. ഇത് പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് കയറിയിട്ട് ക്രീക്ക് സൈഡിലേക്കും പോകാൻ പറ്റും. പിന്നെ ജദ്ദാഫിലാണോ ജാഫിലിയയിലാണോ എന്നറിയില്ല, ജാഫിലിയ മെട്രോ സ്റ്റേഷൻ, ആ ജാഫിലിയ സ്റ്റേഷനിലേക്കാണെന്ന് തോന്നുന്നു പിന്നെയുള്ള സ്റ്റേഷന്. മെട്രോ സ്റ്റേഷൻ അല്ല കേട്ടോ, സോറി, ഇതിൻ്റെ സ്റ്റേഷന്. അപ്പം നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതിലേക്ക് കയറി നോക്കിക്കോളൂ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല സുന്ദരമായ കാലാവസ്ഥയിൽ നമ്മൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. 2 രൂപയെ കൊടുക്കണ്ടു കേട്ടോ. 2 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പോകാൻ പറ്റും. പിന്നെ മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഈ സ്ഥലം കണ്ടില്ലേ? ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, ഇല്ലാന്ന് തോന്നുന്നു. ഈ സ്ഥലം, ഈ കടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ മുമ്പ് എന്ന് പറഞ്ഞാൽ 2018 തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടംപോലെ ഈ കൊറോണയ്ക്ക് മുമ്പിൽ ഇഷ്ടംപോലെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണ് റേഡിയോയിൽ 96.7 FM എന്ന് പറയുന്ന റേഡിയോയിലൂടെ എനിക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ട് ഈ വള്ളംകളി ഉണ്ടായിരുന്നു ഇവിടെ. വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഗൺ ബോട്ട് റേസാണ് കേട്ടോ. ഓക്കെ, സ്മോൾ ബോട്ട്. ഓക്കെ, അപ്പം ഇതേ സ്ഥലത്തൂടെയാണ് കേട്ടോ, ഈ വഴിയിലൂടെയാണ് നമ്മൾ ആ ഡ്രാഗൺ ബോട്ടും പോയിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ പോകാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഡ്രാഗൺ ബോട്ടിലേക്കൂടെയില്ല ആ സന്തോഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതൊന്ന് ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്യട്ടെ. ഞാൻ നിങ്ങള് പാടി തുടങ്ങിക്കോ. ഓക്കെ,
നൈലയും നിമ്മിയും സിന്ധു ഒക്കെ വരുമ്പോ നിങ്ങൾ വെറുതെ എങ്കിലും എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഇനിയിപ്പോ മെൻസ് ടീമിന്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ നടക്കുന്നതേ ഉള്ളൂ. അവരുടെ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞിട്ട് എന്ത് രസം ഉണ്ടായിരുന്നു അറിയാം. അപ്പോൾ ആസ്വദിക്കായിരുന്നു നമ്മൾ, നല്ല തീർത്ത ആസ്വദിക്കായിരുന്നു കേട്ടോ. ഇതൊക്കെ കൊറോണക്ക് മുമ്പേ ഉള്ളൊരു കാലഘട്ടമാണ് കേട്ടോ. കൊറോണയ്ക്ക് ശേഷം മൊത്തത്തിൽ ഇടിവ് വന്ന്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഇടിവ് വന്ന്. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്, ഒക്കെ സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫിറ്റ്നസ് ഡേ സംബന്ധമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഒക്ടോബർ 26 മുതൽ നവംബർ 26 വരെയുള്ള പ്രോഗ്രാം. അപ്പോൾ ഫിറ്റ്നസ്സിനായിട്ട് അനുബന്ധിച്ചിട്ടുണ്ടായതാണ് ഈ ഡ്രാഗൺ ബോട്ട് റേസ് കേട്ടോ. അങ്ങനെ നമ്മൾ ജദ്ദാഫ് സ്റ്റേഷനിലെത്തിയിട്ടാ. ഓക്കെ, അപ്പം സ്റ്റേഷനിൽ അങ്ങനെ എത്തി പുറത്ത് ഇങ്ങനെ വെറുതെ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു ഓറിയോനെ പോലൊരു പൂച്ചക്കുട്ടിനെ കണ്ടിട്ടാ. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കുന്ന വേളയിലാണ് കേട്ടോ മൂപ്പർ. തിരിച്ച് വീണ്ടും നമ്മൾ ഫെസ്റ്റിവൽ സെൻറ്റർ സിറ്റിയിലേക്ക് പോകണ്ടേ. അപ്പോൾ വീണ്ടും 2 ദിർഹം കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും ബോട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. +1? Yeah. അപ്പോൾ ഈ കയറി കഴിഞ്ഞ പാടുള്ള ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐക്യമൊക്കെ വരുന്നത്. അപ്പം കുറച്ച് ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇങ്ങോട്ടുണ്ട് ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.